ഫ്രണ്ട്സ്, എനിക്കപ്പോൾ ഇവിടെ 25,000 രൂപ ക്രെഡിറ്റ് ലിമിറ്റ് ആയിട്ട് അപ്രൂവ് ആയി കിടക്കുന്നതാണ്. വെറും ആധാർ കാർഡും പാൻ കാർഡും വെച്ചുകൊണ്ടാണ് ഈ ഒരു ലോൺ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്ക് 3 മാസത്തേക്കാണ് ലോങ് ടേം കാര്യങ്ങളൊക്കെ വരുന്നത്. 19,000 രൂപയാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 17,100 രൂപയാണ് ഡിസ്പേഴ്സ് ആവുന്നത്. തിരിച്ചടക്കേണ്ടത് 20,401 രൂപയാണ്. 3 മാസം കൊണ്ടാണ് തിരിച്ചടക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡോക്യുമെന്റ്സ്, എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. ഒരു 2 രീതിയിലുള്ള ലോണാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഫ്ലെക്സി പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞിട്ടാണ്. അതായത് 2,000 മുതൽ 25,000 രൂപ വരെ 3 to 4 മാസത്തെ തിരിച്ചടവ് കാലാവധിയിൽ വെറും ആധാർ കാർഡും പാൻ കാർഡും ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്ന ലോണാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ പേഴ്സണൽ ലോൺ ഫോർ സെൽഫ് എംപ്ലോയിഡ് ആൻഡ് സാലറീഡ് ആണ്. അതെ, സാലറീഡ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആയ വ്യക്തികൾക്കുള്ളതാണ്. ഇതെന്ന് പറഞ്ഞാൽ 2,000 രൂപ മുതൽ 30,000 രൂപ വരെ 3 മുതൽ 6 മാസത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് ഇവർ ഈ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. 100% ഓൺലൈനായിട്ടാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഒരു ടോപ്പ് ഫീച്ചേഴ്സ് ആയിട്ട് ഇവർ പറയുന്നത് പറഞ്ഞാൽ 2 to 12 മാസത്തെ പേ ബാക്ക് കാര്യങ്ങളൊക്കെ EMIക്ക് ഇവർ കൊടുക്കുന്നുണ്ട്. ഇവിടെ 100% ഓൺലൈനായിട്ടാണ് ഈ പ്രോസസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ വേറെ ഹിഡൻ കോസ്റ്റ് കാര്യങ്ങളൊന്നും ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ RBI ലെൻഡർ എന്ന് പറയുന്നത് ഫിൻക് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു RBI ആണ്. അപ്പം ഇവരെന്ന് പറഞ്ഞാൽ RBI അപ്രൂവ്ഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതാണ്. വേറെ NBFC തന്നെയാണ്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഓക്കെ, ഇനി ഇവരിത് എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പേഴ്സണൽ ലോണിൻ്റെ. അതായത് 2,000 മുതൽ 30,000 വരെയാണ് ഇവർ ലോണ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. മിനിമം 62 ഡേയ്സ് ആണ് ഇവർ സ്റ്റാർട്ടിംഗ് പീരീഡ്, റീപേയ്മെന്റ് പീരീഡ് ആയിട്ട് കൊടുക്കുന്നത്. മാക്സിമം 365 ഡേയ്സ്, അത് 1 വർഷത്തെ മാക്സിമം തിരിച്ചടവ് കാലാവധിയൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളോട് നോക്കാം. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ എലിജിബിലിറ്റി ആണ്. അതായത് നമ്മളൊരു ഇന്ത്യൻ പേഴ്സൺ ആയിരിക്കണം. അതായത് നമുക്ക് പാൻ കാർഡുള്ള ഒരു ഇന്ത്യൻ നാഷണാലിറ്റി ഉള്ള ഒരു ആളായിരിക്കണം. രണ്ടാമത്തെ പറഞ്ഞാൽ ആധാർ കാർഡ് വേണം. പിന്നെ 18 വയസ്സോ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള വ്യക്തി ആയിരിക്കണം. പിന്നെ മാസം 15,000 രൂപ സാലറി മേടിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ലോണിന് അവരെ എലിജിബിൾ ആണ് എന്നുള്ളതാണ് ഈ ആപ്പിൻ്റെ എലിജിബിലിറ്റി ആയിട്ട് ഇവർ പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ വേണ്ടതെന്ന് നോക്കാം. ഡോക്യുമെന്റ്സ് ആയിട്ട് ഇവർ പറയുന്നത് അഡ്രസ് പ്രൂഫ് ആണ്. അതായത് നമ്മൾ ആക്സെപ്റ്റ് ഡോക്യുമെന്റ്സ് ആയിട്ട് ഇവർ പറയുന്നത് ആധാർ കാർഡാണ്. ആധാർ കാർഡായിട്ട് നമുക്ക് അഡ്രസ് പ്രൂഫിന് ഉപയോഗിക്കാം. രണ്ടാമത് പറഞ്ഞാൽ ഒരു സെൽഫിയാണ്. ഒരു ആപ്ലിക്കേഷനിൽ ലോൺ അപ്രൂവ് ചെയ്യുമ്പോൾ ഒരു സെൽഫി കാര്യങ്ങൾ കൊടുക്കണം. പിന്നെ പാൻ കാർഡ്, ഇത്രയും ഡീറ്റെയിൽസ്, പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷന് ഡോക്യുമെന്റ്സ് ആയിട്ട് ആവശ്യമുള്ളൂ. ഇനി ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നിങ്ങളുടെ മന്ത്ലി ഇൻകം എത്രയാണെന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം എന്താണ് ലോൺ പർപ്പസ്, വിവാഹമാണ് വിവാഹം, അങ്ങനെ മെഡിക്കൽ എക്സ്പെൻസ് ആണെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസ് അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ അടിക്കുക. പിന്നെ ഒരു റെഫറൻസ് നെയിം, ഒരു കോൺടാക്റ്റ് റെഫറൻസ് നമ്പർ കൊടുക്കുക. ആരുടെങ്കിലും നമ്പർ നെയിം കാര്യങ്ങൾ കൊടുത്താൽ മതി. പിന്നെ പാൻ കാർഡ് അടിക്കുക. അതിനുശേഷം Gmail അടിച്ച് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ആധാർ വെരിഫിക്കേഷൻ ആണ്. അതിനായിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ അടിക്കുക. അതിനുശേഷം ഒരു ക്യാപ്ച കാണുന്നുണ്ടാവുമല്ലോ, ഒരു ലെറ്റർ എഴുതി കണ്ടില്ലേ, LYNN, അത് താഴെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അപ്പോൾ ഒരു കോഡ്, ഗെറ്റ് കോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കോഡ്, OTP കോഡ് വരുന്നതായിരിക്കും. ആ OTP കോഡ് അവിടെ അടിച്ചുകൊണ്ട് സബ്മിറ്റ് കൊടുക്കുക. പിന്നീട് വരുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനാണ്. നമ്മൾ ബാങ്ക് നെയിം ഏതാണോ അത് കൊടുക്കുക, അക്കൗണ്ട് നമ്പർ, അതുപോലെ IFSC കോഡും കൊടുത്തുകൊണ്ട് താഴെയുള്ള ഒരു ടിക്ക് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനുശേഷം നിങ്ങൾക്ക് ലോൺ അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. അത് നിങ്ങൾ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എമൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഈ ലോൺ അപ്രൂവൽ കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.